Hi, this is Matthew Thomas on a Friday. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഞാൻ ഈ നൈറ്റ് 2 ടൈറ്റിൽസിലും കുംബ്ലിംഗ് നൈറ്റ്സിലായാലും മെട്രോ നൈറ്റ്സിലായാലും ആ നൈറ്റുള്ള കോയിൻസിഡൻസ് ഞാൻ ആക്ച്വലി നോട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു നൈറ്റ് ഷൂട്ടുകളോട് ഭയങ്കര താല്പര്യം കൂടുതലുണ്ട്. കാരണം ഭയങ്കര രസമാണ്, കുറച്ചും കൂടെ കാം ഒരു സറൗണ്ടിങ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ആയാലും കുറച്ചും കൂടെ ഒരു സൈലൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പൊതുവെ നൈറ്റ് ഷൂട്ടുകൾ ഇഷ്ടം. അപ്പോൾ ഓൾസോ നൈറ്റ് സീനുകളുടെ ഒരു എന്താ രസം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നൈറ്റിനൊരു ഭംഗി ഉണ്ടെന്ന് എനിക്ക് ഓൾവേസ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാണ്ട് എനിക്ക് എന്താ ഇങ്ങനെ രാത്രി പറയുന്ന കഥകളോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നി. എനിക്ക് പേഴ്സണലി ഇപ്പോൾ നൈറ്റ് റൈഡേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് നോഫ്ലിക്കോ വിളിച്ചു. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിരിക്കും, മോശമായിരിക്കില്ല. എന്തെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു നീറ്റ് പിക്ചർ ആയിരിക്കും ഡെഫിനറ്റ്ലി. പിന്നെ ജ്യോതിഷും സോനുവാണ് റൈറ്റേഴ്സ്. അപ്പോൾ ജ്യോതിഷാണ് എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞത്. അപ്പോൾ ജ്യോതിഷ് വന്ന് കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആദ്യം 10 മിനിറ്റ്സ് ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇങ്ങനെ ഹ്യൂമർ ഉണ്ട്. 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. ഞാൻ ത്രൂ ഔട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. അപ്പോൾ ഞാനപ്പോൾ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇതിന് ഞാൻ ചിരിച്ചതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ 40% തിയേറ്ററിൽ ചിരിച്ചാൽ തന്നെ ഒരു ഭയങ്കര രസമുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ ഹ്യൂമർ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇതിട്ട് ഹുക്ക് ചെയ്തേക്കുന്നത് ഈ ശ്യാം എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ അവൻ്റെ ഒരു ട്രാൻസിഷനൊക്കെയാണ്. അവനുള്ളൊരു പ്രശ്നം അവൻ എങ്ങനെ ഓവർകം ചെയ്യണം, അവൻ എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു, ആ സമയത്തുള്ളൊരു ഇമോഷണൽ ഇതും അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂർഡ് ഫേസും. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സിനിമയിലേക്ക് ഹുക്ക് ചെയ്തത്. പിന്നെ ഡെഫിനറ്റ്ലി ഭയങ്കര അടിപൊളി ടെക്നിക്കൽ ടീമാണ്, കോ ആക്ടേഴ്സ് ഭയങ്കര സ്ട്രോങ്ങാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ എന്നെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. അടികപ്പേരെ കൂട്ടപ്പണി ഒരു ഹോസ്റ്റൽ, ഒരു വിജ ബോർഡ്, ഇപ്പൊ രോമാഞ്ചാല അങ്ങനെ ഒരു ഹൊറർ ഇതിലൊക്കെ വന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കുറച്ചും കൂടെ ഒരു ഫോക്ലോർ എന്ന് പറയാൻ വേണമെങ്കിൽ ഇപ്പൊ ലോക പോലെയല്ല, എന്നാലും ഇപ്പൊ ചാത്തന്മാടൊക്കെ നമ്മളും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ലോക പോലെയല്ല അതിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. നമ്മൾ പ്രോപ്പർ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാര് നമുക്ക് ചോറുണ്ണുമ്പോൾ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ചോറുണ്ണുമ്പോൾ നമുക്ക് കോക്കാച്ചി വന്ന് പിടിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ നമ്മുടെ പടത്തിലുണ്ട്. പിന്നെ ഷാമിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ വേറൊരു കുറച്ച് ഹൊറർ എലമെന്റ്സ് ഉണ്ട്. പിന്നെ ഇത് രണ്ടും അല്ലാണ്ട് നാട്ടിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ ചിലപ്പോൾ സൂപ്പർ നാച്ചുറൽ ആവാം, അല്ലെങ്കിൽ വളരെ നോർമലായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമാവാം. അപ്പോൾ ഈ പറഞ്ഞ രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ അടിയപ്പേര് കൂട്ടമണി എന്നൊക്കെ മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് ഒരു അപ്രോച്ചാണ് ഹൊറർ പ്ലേസ്മെന്റ് വന്നേക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി കോമഡി ഉണ്ട്, അതും ഫോഴ്സ്ഡ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര നാച്ചുറലി വന്ന് ആ സിറ്റുവേഷൻസിന് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഹ്യൂമർ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫൈറ്റും കുറച്ച് റൊമാൻസും ഡെഫിനറ്റ്ലി ഇമോഷൻസും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു എല്ലാത്തരം ജോണേഴ്സിട്ടും ഒരു ചെറിയ ഇതുള്ള ഒരു പരിപാടിയാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ആക്ച്വലി ഹൊറർ കോമഡി പറഞ്ഞ് തന്നെ തുടങ്ങിയത്. പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ ഒരു അത് എടുത്തു വന്നപ്പോഴും ഒക്കെ ആയാലും ഭയങ്കര നാച്ചുറലി ബ്ലെൻഡിങ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ കഥയുടെ ഒരു ഫ്ലോയിൽ ഭയങ്കര പ്രോപ്പറായിട്ട് പ്ലേസ്ഡ് ആണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഇതിലൊരു പുതുമ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മധുവേട്ടൻ്റെ കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യം, എൻ്റെ അടുത്തൊരു ഡയലോഗ് എന്ന് പറയാം അല്ലെങ്കിൽ ഇതാ നിന്റെ ഡയലോഗ് എന്ന് പറയുമ്പോൾ മധുവേട്ടൻ തന്നെ ഇത് എന്തൊക്കെ ഓപ്ഷൻസിൽ പറയാം അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ പറയാം, അങ്ങനെ പല സാധനങ്ങളും മധുവേട്ടൻ തന്നെ ട്രൈ ചെയ്യും. എന്നിട്ട് മധുവേട്ടൻ അതിൽ നിന്ന് ഒരു മീറ്റർ അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയുന്ന രീതി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിട്ട് എക്സ്ട്രാ ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു രീതിയിട്ട് എത്തിക്കാൻ പറ്റുമോ, ഇതിന് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, ഇതിന് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നെല്ലാം നോക്കിയിട്ടാണ് മധുവേട്ടൻ ഒരു സാധനം ചെയ്യുന്നത്. ഗിരീഷേട്ടൻ എനിക്ക് സംബന്ധിച്ചോളം ഭയങ്കര ഒരു നോ ഡ്രാമ അല്ലെങ്കിൽ ഒരു സീൻ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വേറൊരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അതിന്റെ വളരെ സാധാരണ ഒരു കാര്യമായിരിക്കും കുറച്ചൊരു ക്വർക്കിനെസ്സിൽ പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് എനിക്ക് ഗിരീഷേട്ടനിൽ പ്ലസ് ഞാൻ എടുത്തേക്കുന്നത്. നെല്ലിക്കാമ്പൂരിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാകും. കാരണം ഓരോ സിനിമ കഴിയുമ്പോൾ നമ്മൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്നത് നൗഫ്ലിക്കയാണ്. നൗഫ്ലിക്കയുടെ കൺവിക്ഷനും നൗഫ്ലിക്ക ഈ ക്യാരക്ടറിനെ കണ്ട രീതിയും ഒരു ഈസി വേ ഓഫ് രീതിയിലാണ് ഇതിനെ പ്ലേ ചെയ്ത് പോയത്. ഞങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ് ആക്ച്വലി, പക്ഷെ അതിന് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണ്, അയ്യോ നമുക്ക് ടെൻഷൻ അടിക്കുക അങ്ങനെ ഒരു പരിപാടി അല്ലാണ്ട് നമുക്ക് ഇതിന് ഈസി ആയിട്ട് നമുക്ക് തെറ്റ് പറ്റിയാലും നമുക്കത് കറക്റ്റ് ചെയ്ത് പറക്കാവുന്ന ഒരു സാധനം പ്ലേസ് ചെയ്ത് അങ്ങനെ നമുക്ക് സ്ലോലി കൊണ്ടുപോകാമെന്നുള്ള പേസും അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു നൗഫ്ലിക്കയായിട്ട്.
ഞങ്ങൾക്കൊരു വാഴത്തോപ്പിലൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കോയമ്പത്തൂര് കരടിമട എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ അവിടെ ഒരു വാഴത്തോപ്പ. അപ്പൊ അവിടെ രാത്രി ഒരു സീൻ 2 ദിവസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത്. അപ്പൊ അവിടെ ഇത് വലിയൊരു ഏരിയ, അപ്പൊ ഇത് ലൈറ്റപ്പ് ചെയ്ത് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ ഇത് സെറ്റപ്പ് ചെയ്യാൻ ഒരു സമയം എടുക്കും. അപ്പൊ ഇത് 2 രാത്രിയും കൊണ്ട് തീർക്കും വേണം, കാരണം ആ വാഴത്തോപ്പ് അവര് വെട്ടാനൊക്കെ റെഡി ആയിട്ട് വെച്ചേക്കും. അപ്പൊ നമുക്ക് ആകെ അത്ര ഉള്ളു സമയം. അപ്പൊ നൗഫലിക്ക ഇത് പല സ്ഥലത്തു നിന്നാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ആദ്യം ഒരു വൈഡ് എടുത്തു, പിന്നെ ഒരു മിഡ് എടുത്തു. ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല ഇതായിട്ട് എടുത്ത്. പിന്നെ പോരാത്തതിന് സെക്കൻഡ് ഡേ നമ്മൾ രാത്രി അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു പകുതി വാഴകള് മൊത്തം അവര് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പിന്നെ ഇത് എങ്ങനെ, അപ്പൊ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് എങ്ങനെ എടുത്ത് തീർക്കും, ഇത് എന്ത് ചെയ്യും? എനിക്ക് എന്റെ മനസ്സിൽ തോന്നിട്ട് ഈ സീൻ പാളി, അല്ലെങ്കിൽ എന്താ ഇത് തീർന്നിട്ടില്ല, എന്തൊക്കെയുണ്ട്. അപ്പൊ തീർന്നു എന്ന് പറഞ്ഞ പരിപാടി എല്ലാം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞു, കുഴപ്പമില്ല, ഓക്കെ എല്ലാം എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ കൺഫ്യൂഷനാണ്. അപ്പൊ ഞാൻ അങ്ങനെ സെക്കൻഡ് 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം ഷൂട്ടിന് പോകുമ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റഫ് എഡിറ്റ്. അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര രസമായിട്ട് സീൻ വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം, മനസ്സിൽ പ്രോപ്പർ ഐഡിയ ഉണ്ട്, ഇത്രയും മതി, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ക്ലിയർ പിക്ചർ ഉണ്ട് ഇക്കൊക്കെ. അപ്പൊ ആ പ്രോപ്പർ പരിപാടി എടുത്തെടുത്ത് അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആണ്, ഒട്ടും സമയം കളയില്ല. പക്ഷെ എന്നാ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയം തരും. അപ്പൊ അത് ഭയങ്കര ഒരു അടിപൊളി പരിപാടിയായിരുന്നു ആക്ച്വലി. എനിക്ക് അങ്ങനെ പേഴ്സണലി ഞാൻ ഒരു പടം ലീഡ് ചെയ്യുന്നു, ഞാൻ ഒറ്റയ്ക്ക് അത് ഷോൾഡർ ചെയ്യുന്നേ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും സിനിമയെ കാണുന്നത് ഒരു ടീം എഫേർട്ട് എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം നിന്ന് നമുക്ക് ഒരിക്കലും ഒരു സിനിമ ഉണ്ടാക്കാനും പറ്റില്ല, വിജയിപ്പിക്കാനും പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡെഫിനറ്റ്ലി കോ ആക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ വെരി സ്ട്രോങ് ടീം ബിഹൈൻഡ് ദ ക്യാമറ ആയാലും അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ ആയാലും വേണം. അപ്പോൾ പിന്നെ ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ് വേണം. അപ്പോൾ ഒരിക്കലും എനിക്കപ്പോൾ ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ തന്നെ ഇതിന് ഷോൾഡർ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ ഇതുവരെ വന്നിട്ടില്ല. ദർ ഇസ് എ വെരി സ്ട്രോങ് ടീം വിത്ത് മീ. അവരും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാ ഇത് ചെയ്യുന്നത്. മോറോവർ അവര് ആണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് കൊണ്ടുവരുന്നതും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പ്രഷർ എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല.